നമസ്കാരം കൂട്ടുകാരെ, ഞാൻ ജലജ പ്രസാദ്. സംസ്കൃത ന്യായങ്ങളെ പരിചയപ്പെടുത്തുന്ന പങ്ക്തിയിൽ ഇന്ന് നിങ്ങൾ ബ്രാഹ്മണ വസിഷ്ഠ ന്യായത്തെ പരിചയപ്പെടുന്നു. ബ്രാഹ്മണ വസിഷ്ഠ ന്യായം ഏത് ജീവിത സന്ദർഭങ്ങളിലാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ പ്രയോഗിക്കുന്നത്? നമുക്കറിയാം, വസിഷ്ഠനും ബ്രാഹ്മണൻ തന്നെയാണ്. പിന്നെ എന്തിനാണ് ബ്രാഹ്മണ വസിഷ്ഠ എന്ന് എടുത്തു പറയുന്നത്? അതായത് എല്ലാവരും ബ്രാഹ്മണനായിരിക്കെ തന്നെ വസിഷ്ഠന് അല്പം പ്രാധാന്യം കൂടുതൽ നൽകുക, അല്ലെങ്കിൽ തുല്യരായിരിക്കുന്ന ഒരു പറ്റം ആൾക്കാർക്കിടയിൽ ഏതെങ്കിലും ഒരാൾക്ക് അമിത പ്രാധാന്യം നൽകുക, അല്ലെങ്കിൽ അയാൾ ഞാനാണ് കേമൻ എന്ന ഒരു അവസ്ഥയിലേക്ക് സ്വയം മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് ജീവിത ചുറ്റുപാടിൽ ധാരാളം അവസരങ്ങളിൽ ഇങ്ങനെ ബ്രാഹ്മണ വസിഷ്ഠന്മാരെ കാണാറുണ്ട്. തുല്യരായിരിക്കുന്ന ഒരു കൂട്ടത്തിൽ നിന്നും ഒരാളെ മാത്രം പ്രത്യേക പദവിയോ പരിഗണനയോ നൽകി സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടേണ്ടുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് ഈ ബ്രാഹ്മണ വസിഷ്ഠ ന്യായം ഉപയോഗിക്കാം.